അമ്മാമേ ഇത് ഇത് 3 ഡോർ അലമാറയാണോ? ഇതിനെന്ത് വില വരും? 6990. ഇപ്പൊ വാങ്ങിക്കൂ, വെറും 6990. അയ്യോ. ഹായ്, നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ യൂട്യൂബ് ചാനലിൽ 1700 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫർണിച്ചറിനെ കുറിച്ചിട്ട് 1700 വീഡിയോസ് ചിലപ്പോ ഇന്ത്യയിൽ തന്നെ ഒരു യൂട്യൂബിലും ചെയ്തിട്ടുണ്ടാവും. 1700 വീഡിയോസ് വെറും ഫർണിച്ചറിനെ കുറിച്ച് മാത്രമാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് നോക്കുമ്പോൾ അതിന്റെ MRP പറയുക. നമുക്ക് ഈ ഫർണിച്ചറിന്റെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇപ്പൊ നമ്മള് പേസ്റ്റ് സോപ്പിന്റെ ഒക്കെ വില അറിയാം, ഈ സെറ്റിംഗ് സോപ്പൊന്നും വില ആർക്കും അറിയില്ല. നമുക്ക് ആ ഷോപ്പിന് ഇഷ്ടമുള്ള പ്രൈസ് ആയിരിക്കും. നാടൻ തേക്കില് ഫുൾ കാതലാണ്. ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞ ഐറ്റംസ് ഇതൊക്കെ ഡിപ്പോ ആണ്. ഇത് ഇരിക്കാനുള്ളൊക്കെ ഇത് മതിയെന്നാ. ഇതിന്റെ 2 മാറ്റം കണ്ടില്ല. ഇതൊരു ഗോൾഡ് ഓയിൽ കണ്ടന്റ് കൂടും. ഒരു ആവശ്യമില്ലാതെ വീട്ടിൽ കിടക്കുന്ന ഈ ഒരു ഫർണിച്ചർ കൊടുത്ത 5000 തരുന്നു. അപ്പൊ കടക്കാര് അത്രയോ ഐഡിയ ഉള്ളൂ വെച്ചിട്ട് നമ്മൾ വേഗം അവിടെ ബില്ലെടുക്കും. ഈ ഷോപ്പുകാരൻ ചിലപ്പോ നമ്മള് 6000 കൊടുത്തതായിരിക്കും എക്സ്ചേഞ്ച് അടക്കം 8000 10,000 കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരാൾക്കും ഫിക്സഡ് റേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ആളെ നോക്കിയിട്ട് വരുന്ന ആളനുസരിച്ച് വില ഇടണം. ഹലോ ആ മെഹർ, നീ തന്ന ലൊക്കേഷനിൽ ഞാനിപ്പോ വന്ന് നിക്ക. പക്ഷെ എനിക്ക് ഇവിടെ കിടിലൻ മണി എന്നുള്ള ബോർഡ് ഒന്നും കാണുന്നില്ല. ഞാനിപ്പോ നീ തന്ന ലൊക്കേഷൻ കാണിക്കുന്നത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിക്കുന്നത്. ഇവിടെ ഒന്നും അവിടെയാ ഞാൻ നിക്കുന്നത്, അതിന്റെ ഫ്രണ്ടില്. പക്ഷെ ഇവിടെ ഒന്നും കിടിലൻ മണി എന്നുള്ള ബോർഡേ ഇല്ല. ഇതിനുള്ളിലോ? അതിന്റെ ഉള്ളിലാണ് കിടലൻ മണി. അവിടെ പോയി ചോദിച്ചാൽ മതി, കിടലൻ മണി എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ചേച്ചിക്ക് കിട്ടും. ഏത് ഈ ഫർണിച്ചർ മാർട്ടിനകത്ത് ഞാൻ പോയിട്ട് കിടലൻ മണി എന്ന് ചോദിക്കണോ? ചേച്ചി ചോദിച്ചാൽ മതി. എനിക്ക് വല്ല തല്ലും കിട്ടുമോ മെഹർ? നീ പറയുന്നത് കേട്ട് എവിടെയൊക്കെ ചെന്നാലും എനിക്ക് ചോദിക്കണ പോലെ ചേച്ചി അവിടെ പോയി ചോദിച്ചാൽ മതി, കിടലൻ മണി എന്ന് ചോദിച്ചാൽ മതി. അവസാനം നിന്റെ വാക്കും കേട്ട് ഞാൻ നല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഈസി ചെയർ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട്. ഇത് കാണാനായിട്ടും വാങ്ങാനായിട്ടും വന്ന് എനിക്ക് പണി കിട്ടുമോ മെഹറെ? ഇല്ല ചേച്ചി, ചേച്ചിക്ക് എന്നെ വിശ്വാസം. നിന്നെ വിശ്വാസമേ ഇല്ല, അതാണ് പ്രശ്നം. ഞാൻ ഇപ്പൊ ഇതൊരു ഒരു ഫർണിച്ചർ മാർട്ടിൽ വന്ന് ഞാൻ ചോദിക്കട്ടെ. ഞാൻ കിടിലൻ മണി അല്ലേ? ഓക്കെ, നീ വെക്ക്, ഞാൻ എന്നാ പോയി ചോദിക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ വിളിക്കും. ശരി ശരി, ഓക്കെ. ബൈ. ദൈവത്തിനറിയാം എന്താവോ എന്തോന്ന്. എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഈസി ചെയർ ഉള്ള കടയാണിത്. നമുക്കത് പോയി നോക്കാം ഇവിടെ ഉണ്ടോ സംഭവം എങ്ങനെയാണെന്ന്. ഹലോ, ഹായ്. കിടിലൻ മണി എന്ന് പറയുന്നത്? ഓ ഓക്കെ, അപ്പൊ ഇദ്ദേഹമാണ് അദ്ദേഹം. മൈക്ക് വെച്ചോ. നമസ്കാരം. നമസ്കാരം, ഞാൻ കാണാറുണ്ട്. ആണോ? ഞങ്ങള് കിടിലൻ മണി എന്നുള്ള പേരിലാണല്ലോ കംപ്ലീറ്റ് എല്ലാം അറിയണത്. നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നുള്ളതല്ല, കിടിലൻ മണിയുടെ കട എന്നാണ് പറയണത്. യൂട്യൂബ് ചാനല് കിടിലൻ മണി, കിടിലൻ ഓഫറുകൾ ഇടുന്നു. അപ്പൊ നമ്മള് കിടിലൻ മണി പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനല് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിലൂടെയാണ് അത് നമ്മൾ തന്നെ കൂടെ നിന്ന് സെയിലും ചെയ്യും. ഓഫേഴ്സ് എല്ലാം, കാരണം നോർമലി ആളുകൾ ഓഫർ ഇടുമ്പോ അതിന്റെ പ്രൈസ് പറയാറില്ല. നമ്മൾ അതിന്റെ ക്വാളിറ്റിയും പ്രൈസും, പിന്നെ അത് ആദ്യം വന്ന ആൾക്ക് ഇത്ര, അങ്ങനെയല്ല. നമുക്കത് കണ്ടിന്യൂ ആയിട്ട് ടൈം പീരീഡ് വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ഉണ്ട് ഓഫറിന്റെ മാറ്റം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ ഇവിടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലാണ് നിൽക്കുന്നത്. അതായത് കിടിലൻ മണിയുടെ ഫർണിച്ചർ മാർട്ടിലാണ് നിൽക്കുന്നത്. ഷൊർണൂരാണ് നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ ഈസി ചെയർ ഉണ്ട്. മാത്രമല്ല നമ്മളെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന, അമ്പരപ്പിക്കുന്ന കിടിലൻ ഓഫറുകളിലാണ് ഇവിടുത്തെ എല്ലാ സൂപ്പർ ക്വാളിറ്റിയിൽ, അതും ഹൈ ക്വാളിറ്റി ഇവര് 100% ഗ്യാരണ്ടി നൽകുന്നുണ്ട്. അപ്പൊ ഹൈ ക്വാളിറ്റിയിലുള്ള ഫർണിച്ചർ ഒക്കെയാണ്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് മണിച്ചേട്ടാന്ന് വിളിച്ചോട്ടെ? മണിന്ന് വിളിക്കാം. ഓക്കെ, എന്നാ പ്രായം കുറവാ. ശരി, സ്ഥിരീകരിച്ചു. നമുക്കെന്നാ അകത്തേക്ക് കയറിയാലോ? ഓക്കെ, ഈ ഒരു ഫ്ലോറിൽ മാത്രമാണോ അതോ മുകളിലും ഉണ്ട്? ഉണ്ടോ? മുകളിലും ഉണ്ട്. ഇരിക്കൂട്ടോ. ഓക്കെ. ശരിക്കും ഈ സംഭവം ഇതിവിടെ തുടങ്ങിയിട്ട് നിങ്ങളിപ്പോ എത്ര നാളായി? ഇത് നമ്മള് തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഈ ഒരു ഷോറൂം. ഇനി ഞങ്ങൾ തന്നെ ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്റർ വരെ ചെറുതുരുത്തി വെട്ടിക്കാട്ടി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 1.5 വർഷം കഴിഞ്ഞു.
ഓക്കെ. ഇനി എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്നറിയോ? കിടിലൻ മണി എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ഇപ്പൊ വലിയൊരു തരംഗമാണ്. യൂട്യൂബിലൂടെ ഇങ്ങനെ ഫുൾ പറയുന്നുണ്ട് നല്ല കിടിലൻ ഓഫേഴ്സുമായിട്ട്. എല്ലാവരും അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രൈസും ഈ ഒരു ക്വാളിറ്റിയും തന്നെയാണ്. എങ്ങനെയാണ് താങ്കൾ ഒരു നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ഈ സെയിലും കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് കൂടുതലും എല്ലാവരും ശ്രദ്ധിക്കാൻ കാരണം താങ്കൾ ഒരു മിമിക്രി ചെയ്തോണ്ടാണല്ലോ ഇതെല്ലാം പറയണത്. എങ്ങനെ ഒരു കലാകാരൻ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ഫീൽഡിലേക്ക് ഇത് വന്നത്? ഈ ഒരു പറഞ്ഞ ഒരു കാലയളവ് വെച്ച് നോക്കുമ്പോൾ പാൻഡമിക്കിന്റെ സമയത്ത് വന്നതാണോ, പ്രോഗ്രാം കുറഞ്ഞത് കൊണ്ടാണോ, എങ്ങനെ ഇതിലേക്ക് വന്നേ? അല്ല, ഇതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാന് +2 സയൻസ് എടുത്തു കഴിഞ്ഞിട്ട് PC തോമസിന്റെ അവിടെ ഒരു കൊല്ലം എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. അപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് എന്നൊരു ലക്ഷ്യത്തോടെ, അന്ന് നമുക്ക് സെയിൽസ് അതേപോലെ ബിസിനസ് അതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. അപ്പൊ വീട്ടിലത്തെ അവസ്ഥ കാരണം താൽക്കാലികമായിട്ട് അപ്പൊ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഷോപ്പിൽ, ഫർണിച്ചർ ഷോപ്പിൽ ഇതേപോലെ നമ്മൾ സെയിൽസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്കിന് കയറി. അങ്ങനെ 1-2 ഷോപ്പുകളിൽ നിന്ന് ഏകദേശം ഒരു 12 വർഷം സെയിം ഫീൽഡ്, ഇതേ ഫീൽഡിനെ നമ്മൾ സെയിൽസ്മാനായിട്ടും സെയിൽസ് മാനേജറായിട്ടും അപ്പോൾ ഒരു കമ്പനിയുടെ ടോപ്പ് ഹെഡ് വരെ എത്തി. അപ്പോൾ വർക്കുകൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി. അപ്പോഴാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഫർണിച്ചർ നമുക്ക് ചെയ്യണം, അതേപോലെ ഓൺലൈനിൽ ഒരു യൂട്യൂബിൽ നമ്മുടെ ഓഫറുകളൊക്കെ ചെയ്യണം എന്നൊരു ആശയം തോന്നി. അതിന് നമുക്ക് ഒരു കുറേ വർഷങ്ങളായിട്ട് അറിയുന്ന നിലമ്പൂരിൽ തന്നെയല്ല, നല്ല ചെയ്യുമ്പോൾ നല്ല വുഡ്, അതായത് നല്ല തേക്ക്, കസ്റ്റമർക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ല വില കുറച്ചും അത് നല്ല ഫുൾ ക്വാളിറ്റി ഉള്ളതാവട്ടെ, ഡിപ്പോ തേക്ക് അങ്ങനത്തെ ഒക്കെ വേണമെന്ന് വിചാരിച്ച് നിലമ്പൂരിൽ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ ഇതേ ഫീൽഡിൽ തന്നെ ആയതുകൊണ്ട് കുറച്ച് പേരെയും കൂടി നമ്മൾ ഇതിൽ ചേർത്തി, അവരും കൂടി ചേർന്ന് നമ്മളൊരു പുതിയൊരു സംരംഭം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നൊരു 3 വർഷം പിന്നിട്ടു. നമ്മളെ രണ്ടാമത്തെ ഷോപ്പ് ഒരു 1.5 വർഷം പിന്നിട്ടു. അപ്പൊ യൂട്യൂബ് ആണ് ഫസ്റ്റ് നമ്മൾ ഷോപ്പ് തുടങ്ങുന്നതായിട്ടും. ഒരു നിലമ്പൂർ ഫർണിച്ചർ എന്ന് പറഞ്ഞ നമ്മള് എറണാകുളത്തും ഉണ്ട്, കാണുന്നുണ്ട്. അത് നിലമ്പൂർ ഫർണിച്ചർ, നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഇത് വേറെ തന്നെയാണ്. ഇത് വേറെ തന്നെ, അതും ഇതുമായിട്ടൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. നമുക്ക് ഈ ഷൊർണൂരും ചെറുതുരുത്തി വെട്ടിക്കാട്ടിലുള്ള ഷോപ്പും നിലമ്പൂരുള്ള വർക്ക്ഷോപ്പ് മാത്രമേ നമുക്ക് ഇതിലൊന്നുള്ളൂ. കുറെ പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഓഫർ കണ്ടിട്ട് അങ്ങനെയുള്ള ഷോറൂമുകളിൽ പോയിട്ട് കസ്റ്റമർ വിളിക്കും നിങ്ങളുടെ ആണോ ചോദിക്കും, അങ്ങനെ തെറ്റിദ്ധരിക്കും. പക്ഷെ നമ്മുടെ ഈ ഓഫർ കണ്ടിട്ട് തന്നെ ചെന്നൈ, കോയമ്പത്തൂര്, എറണാകുളം ഒക്കെ കസ്റ്റമർ കിടിലമണി യൂട്യൂബ് ചാനൽ നോക്കി അറിയാം. ഒരുപാട് പേര് വന്ന് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ഓഫർ കണ്ടിട്ട്. അത് അത്രയും വ്യൂസും ഉണ്ട്, നല്ല ഓഫേഴ്സും ആണ്. പിന്നെ ഈ ഡിപ്പോ തേക്ക്, അത് നാടൻ തേക്കും ഡിപ്പോ തേക്കും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങള് സ്പെസിഫൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. സാധാരണ എല്ലാവരും പെട്ടെന്ന് വന്നിട്ട് ഈട്ടിയുടെ പ്രോഡക്റ്റ് വേണം അല്ലെങ്കിൽ തേക്കിന്റെ വേണം എന്നാ പറയാ. പക്ഷെ നിങ്ങൾക്ക് തേക്കില് തന്നെ നോർമൽ തേക്കും ഉണ്ട്, ഡിപ്പോ തേക്കും ഉണ്ട്. ഓക്കെ, ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞാൽ കാട്ടില് ഉണ്ടായ, അത് ഫോറസ്റ്റിൽ, അതായത് നമ്മൾ അരുവാക്കോടൊക്കെ നിലമ്പൂരിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. സർക്കാരിന് ലേലെടുത്തെടുത്തിട്ട് നമുക്ക് മില്ലുണ്ട് നിലമ്പൂര്. ആ മില്ലില് നമ്മള് അത് മറ്റേ നമ്മൾ തന്നെ സൈസാക്കി നമ്മൾ തന്നെ ആശാരിമാര്, നിലമ്പൂരിലെ ആശാരിമാര് അത് സെറ്റാക്കിയിട്ട് നമുക്ക് വേണ്ട ഇങ്ങനത്തെ ഐറ്റംസ്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കും. ഇനി കസ്റ്റമർക്ക് ഇത് ഒറിജിനൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോളിഷ് ചെയ്യാതെ ഇതേ ഫിനിഷിങ്ങിൽ നമ്മൾ ഡിപ്പോത്തേക്ക് കാര്യങ്ങൾ കൊടുക്കും. നമ്മൾ തന്നെ ചാനലിലുണ്ട് ആ മോഡൽസ്. പിന്നെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന്റെ വരകള് കാര്യങ്ങൾ, ഇനി കസ്റ്റമർക്ക് സംശയവും, നിങ്ങൾ പോളിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കും. ഇപ്പോൾ ഈ ഡിപ്പോത്തേക്കിന് ഈട് കിട്ടുന്ന എന്താ വെച്ചാൽ ഈ ടെക്നോക്കിനോൻ പറഞ്ഞിട്ടൊരു രാസസംയുക്തം കൂടുതലാണ്. നാടൻ തേക്കിൽ എന്താ വെച്ചാൽ ഒരു 3/4 ഇഞ്ച് വെള്ളം ഉണ്ടാവും, ടെക്നോക്കിനോൻ കുറവായിരിക്കും. അപ്പൊ ചില കാലാവസ്ഥയിൽ അത് ഉറക്കുത്താനുള്ള പിന്നെ ഗ്യാപ്പ് കൂടാനുള്ള ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും, നല്ല ഉണങ്ങിയ മരമാണ്. അപ്പൊ വെള്ളം ജലാംശം വെറ്റുകാരുകൊണ്ട് ഈ ചൂട് കാലത്തൊക്കെ ക്രാക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പുറത്തേക്കൊക്കെ കൂടുതൽ പോകുന്ന ഡിപ്പോത്തേക്കാ ഇത് നമ്മള്. പിന്നെ കസ്റ്റമർക്ക് വേറെ എന്താ ബെനിഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷോറൂമുകൾക്ക് കൊടുക്കുന്നുണ്ട് ഹോൾസെയില്, ആ പ്രൈസിന് തന്നെ കസ്റ്റമർക്കും കൊടുക്കുന്നത്. അപ്പൊ കസ്റ്റമർക്ക് വേറെ വില, ഷോപ്പിലേക്ക് വേറെ വിലയൊന്നുമില്ല, എല്ലാം നിങ്ങളൊരു ആ ഒരു ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ എല്ലാത്തിലും വേറെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, കംപ്ലീറ്റ് ഐറ്റംസിൽ ഓഫർ വില നമ്മൾ വില പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 പ്രൊഡക്റ്റിന് വില കുറച്ച് പറഞ്ഞിട്ട് നമ്മൾ കസ്റ്റമറെ കയറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് വില കൂട്ടുന്നില്ല. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 100 ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരു ഏകദേശം ഫുൾ ഐറ്റംസ് തന്നെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും, അതിന്റെ വിലയും പറയും. ഇപ്പൊ പാവപ്പെട്ടവൻ വന്നാലും പൈസക്കാരൻ വന്നാലും ആളെ നോക്കി വില പറയുന്ന ഒരു ഇതില്ല. നമുക്ക് ആർക്കും വില വന്നിട്ട് എടുക്കാം. അല്ലെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നോക്കിയിട്ട് ആ വില ഇതല്ല പറഞ്ഞു വരും. ഇപ്പൊ നമ്മളെ ഈസി ചെയർ ആയാലും ഇപ്പൊ ടീപ്പോയ് ആയാലും ആ പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാവും.
ഇത് കടയിട്ട് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മണി ആദ്യമേ ഇത് വിൽക്കാൻ തുടങ്ങിയത് ഓൺലൈനിലൂടെയാണ്, അതായത് യൂട്യൂബിൽ വിൽക്കാൻ തുടങ്ങിയില്ല. യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതായത് മണികണ്ഠൻ എന്നായിരുന്നു യൂട്യൂബ് ചാനല്. അതിൽ നമ്മൾ മിമിക്രി അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ പോയിരുന്നു. അപ്പൊ നമ്മൾ ഷോറൂം തുടങ്ങിയപ്പോൾ ആ എന്റർടൈൻമെന്റ് ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങി, ചെറുതായിട്ട് ഇടാൻ തുടങ്ങി. ആക്റ്റീവായിട്ട് ഇപ്പോൾ വീഡിയോസ് ഇപ്പോൾ തുടരെ നമ്മളെല്ലാം ഇങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് കസ്റ്റമർ ഇപ്പോൾ 400, 500, 600 കിലോമീറ്ററിന് നമുക്ക് ചെന്നൈ, കോയമ്പത്തൂർ എന്നൊക്കെ വീക്കിലി 2, 3, 4 കസ്റ്റമർ പറഞ്ഞ പോലെ ഇപ്പോൾ വരുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് കുറേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ റിവ്യൂകളുണ്ട്. എറണാകുളം, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം. അപ്പോൾ അവിടെ നിന്നൊക്കെ കസ്റ്റമർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറേ ഷോപ്പ് കമ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. നമ്മളെപ്പോഴും എല്ലാവരോടും എന്താ പറയാറ് വെച്ചാൽ 2, 3 ഷോപ്പ് നമ്മുടെ നിന്ന് നോക്കി പോയിട്ട് 2, 3 ഷോപ്പ് പോയി നോക്കിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടില്ലേ. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോസ് കണ്ട് വരുമ്പോൾ നമ്മൾ തന്നെ കൂടെ നിന്നിട്ട് കസ്റ്റമർക്ക് അത് കാണിച്ചു കൊടുത്തിട്ട് അവർക്കൊരു ഐഡിയ ആക്കി കൊടുക്കും. പിന്നെ അവിടെ എത്തുന്ന വരെയുള്ള റിസ്ക് നമ്മൾ ഏറ്റെടുക്കും. അങ്ങനെ നമ്മളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ മെയിൻ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞ പ്രൈസ് ഇപ്പൊ ഞാനും കുറെ ഓഫർ കണ്ടിട്ട് പോവാറുണ്ട്. ആ ഓഫർ കണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഷോറൂമിൽ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. കഴിഞ്ഞു പോയി, കുറച്ച് നേരത്തെ വരണ്ടേ, 2 പീസ് ഉണ്ടായിരുന്നു, 1 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ചെന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എറണാകുളം, തിരുവനന്തപുരം ഒരു ഓഫർ കണ്ടിട്ട് നമ്മൾ രാവിലെ വണ്ടിയായി പോവുകയാണ്. അവിടെ എത്തുമ്പോൾ ഓഫർ കിട്ടിയില്ല, പക്ഷെ നിരാശയായിട്ട് പോരേണ്ടി വരും. ഒരു പക്ഷെ ബുക്കിംഗ് നമുക്കിവിടെ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്, 2-3 ആഴ്ചക്കുള്ളിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ ഇവിടെയും പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് ഒരു 5 പീസ് ഉണ്ട്, അപ്പോൾ 10 ആള് വന്നു, അപ്പൊ 5 ആൾക്ക് കിട്ടാതെ ആകുമ്പോൾ നമുക്കത് വിഷമമാണ്. അപ്പൊ നമ്മൾ അതിനൊരു ഓപ്ഷൻ പറയുന്നത് വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ അതിനൊരു ടോക്കൺ അഡ്വാൻസ് എന്നിട്ട് ഇവിടെ ബുക്ക് ചെയ്യും ഓഫർ, എന്നിട്ട് 2-3 ആഴ്ച കൊണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഒരു പക്ഷേ അന്നൊക്കെ തന്നെ വേണ്ട ഐറ്റംസ് വെച്ചാൽ അത് നമുക്ക് ഉള്ളത് വെച്ചെടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കും. ഇപ്പൊ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാനിൽ വേണം, ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു സോഫ നമ്മുടെ ഒരു സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, അങ്ങനെ എന്റെ ഒരു ഡിസൈൻ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്ത് തരും. നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുള്ള പ്രൈസ് ഇല്ലേ അതുമായിട്ട് ആ ഒരു ഡിസ്കൗണ്ടിങ്ങോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ഒരു കസ്റ്റമൈസ് ചെയ്യാണല്ലോ, അതിന് ഒരുപാട് വില എന്നല്ല നമ്മൾ ചെയ്യുന്ന. ആ ഓഫറോട് കൂടിയിട്ട് തന്നെ നമ്മൾ ആ കസ്റ്റമൈസേഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഫീറ്റ് അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഈ ഓഫർ എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും ഈ ഒരു ഫെസ്റ്റിവൽ വരുമ്പോഴാണ്, ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാരണം നമുക്ക് 365 ദിവസം ഓഫേഴ്സ് ഉണ്ട്. ആ ഓഫേഴ്സിൽ വ്യത്യാസങ്ങൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ നമ്മളുടെ വേറൊരു പ്രത്യേകത എക്സ്ചേഞ്ചിന്റെ, നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമെന്നൊക്കെ ചോദിച്ചപ്പോ നമ്മുടെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞു. ചിലര് നോർമലി ചോദിക്കാറുണ്ട്, കാരണം വീട്ടിൽ നമുക്ക് ഓൾറെഡി പഴയ എന്തെങ്കിലും ഫർണിച്ചർ ഉണ്ടെങ്കിൽ ആ സ്ഥലം മാറ്റുകയും ചെയ്യാം നമുക്ക് കാലേക്കാൻ. അപ്പൊ അത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ടോ? അല്ല, ഞാൻ എക്സ്ചേഞ്ച് ഓഫർ ചിലപ്പോൾ ചെയ്യാത്തൊരു ഷോപ്പ് ചിലപ്പോ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മറ്റേ ഷൊർണൂരും വെട്ടിക്കാട്ട് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാഡത്തിന് ഒരു പ്രൊഡക്റ്റ് കൊടുക്കാനുണ്ട്, അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയിലാവും നടക്കുക. ഒരു 2-3 ഷോപ്പ് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് നോക്കുമ്പോൾ അതിന്റെ MRP പറയുക. അത് നമുക്ക് ഈ ഫർണിച്ചറിന്റെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇപ്പൊ നമ്മള് പേസ്റ്റ് സോപ്പിന്റെ ഒക്കെ വില അറിയാം, ഈ സെറ്റിംഗ് സോപ്പൊന്നും വില ആൾക്കും അറിയില്ല. നമുക്ക് ആ ഷോപ്പിന് ഇഷ്ടമുള്ള പ്രൈസ് ആയിരിക്കും ഇടുക, അല്ലെങ്കിൽ അവരൊരു MRP. അപ്പൊ ഇത് ഒരു എക്സ്ചേഞ്ച് ആണെന്ന് പറയുമ്പോൾ മാക്സിമം പ്രൈസ് പറയും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഒരു 6000 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ടീപ്പോയി 12,000 രൂപ പറയുക. ആ MRP പറയണു 12. അപ്പൊ പഴയ പ്രൊഡക്റ്റ് എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് നമ്മൾ ചിലപ്പോൾ സ്ക്രാപ്പിന് കൊടുത്താൽ 300-400 കിട്ടും. അത് മൈൻഡ് ഇല്ല, നിങ്ങൾ പഴയ ഐറ്റത്തിന് 5000 തരും, 10,000 തരും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ ഒരു ആവശ്യമില്ലാതെ വീട്ടിൽ കിടക്കുന്ന ഈ ഒരു ഫർണിച്ചർ കൊടുത്താൽ 5000 തരുന്നു. അപ്പൊ കടക്കാര് അത്രയോ ഐഡിയ ഉള്ളൂ വെച്ചിട്ട് നമ്മൾ വേഗം അവിടെ ബില്ലെടുക്കും. ഈ ഷോപ്പുകാരൻ ചിലപ്പോൾ നമ്മൾ 6000-ന് കൊടുത്തതായിരിക്കും എക്സ്ചേഞ്ച് അടക്കം 8,000-10,000-ന് കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരാൾക്കും ഫിക്സഡ് റേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ആളെ നോക്കിയിട്ട് വരുന്ന ആളനുസരിച്ച് വില ഇടണം. അപ്പൊ നമ്മൾ ഈ ഓഫർ അതിൽ വർക്കൗട്ട് ആവില്ല. പിന്നെ ഈ കുറഞ്ഞ കൊണ്ടുവന്ന സാധനം പോളിഷ് ചെയ്ത് കൊടുക്കാന്നൊരു ചീത്തപ്പേരും വരും വില കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ പഴയത് എടുക്കുന്നില്ല. ശരിക്കും എക്സ്ചേഞ്ച് സ്ക്രാപ്പിന് കൊടുക്കാന്നല്ലേ. എന്ത് പ്രൊഡക്റ്റ് ഇപ്പൊ മിക്സി ആയാലും ഫ്രിഡ്ജ് ആയാലും നമ്മളെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഡിസ്കൗണ്ട് ആണ് അവർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഒരു കമ്പനിയും സാംസങ്, LG പോലുള്ള ഒരു കമ്പനിയും പഴയത് എടുത്തു കൊണ്ടുപോകണില്ല. അത് നമ്മൾ സ്ക്രാപ്പിനാണ് പോണത്. ഞാൻ അങ്ങനത്തെ ഉള്ള ഷോപ്പുകളിൽ നിന്ന കാരണം കൊണ്ട് നമുക്കറിയാം എക്സ്ചേഞ്ച് പറഞ്ഞൊരു സംഭവം ശരിക്കും ആളുകൾക്ക് ഒരു ഇപ്പൊ രണ്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറയാ.
ശരിക്കും നല്ല രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നവരുണ്ടാവും. ആ സ്ക്രാപ്പ് 500 300 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാം പറയുന്നത്. ഭൂരിഭാഗം വലിയൊരു എമൗണ്ട് വന്ന എക്സ്ചേഞ്ച് മാത്രം കൊടുത്ത എമൗണ്ട് കിട്ടില്ല. ഈ പ്രൊഡക്റ്റ് ഇപ്പോ ഒരു മിക്സി എക്സ്ചേഞ്ച് ചെയ്താൽ 3000 കിട്ടും പറയും. ഈ മിക്സി കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഈ 3000 കുറയും. എന്നിട്ട് 150 രൂപയ്ക്ക് പഴയ പൊളിക്കാൻ കൊടുക്കുന്ന ഐറ്റാണ് നമ്മള് എന്താണ് ഈ 3000 രൂപ കിട്ടും പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് നമ്മളിവിടെ എക്സ്ചേഞ്ചിന്റെ പരിപാടി ഇല്ല. അതാണ് നമ്മളെ വേറൊരു പ്രത്യേകത. ഇവിടെ ഇപ്പം എല്ലാ തരത്തിലുള്ള ഫർണിച്ചർ, അതായത് ഡൈനിങ് ടേബിൾ, യൂഷ്വൽ ഏതൊരു ഫർണിച്ചർ ഷോപ്പിൽ നമ്മൾ പോകുന്ന പോലത്തെ അൽമാര, ഈസി ചെയർ, സോഫ, ഇതെല്ലാമാണ് ഇവിടെയും ഉള്ളത് അല്ലേ? അപ്പൊ ഈ ഫ്ലോറിൽ കാണുന്ന ഇത്രയാണോ ഉള്ളത്? ഈ ഫ്ലോറിലുണ്ട്, പിന്നെ മുകളിലുണ്ട്. പിന്നെ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതും അറിഞ്ഞതും, അവര് പറഞ്ഞു ഇവിടെയാണ് ഏറ്റവും നല്ല ഈസി ചെയറിൽ ഭയങ്കര നല്ല പ്രൈസിൽ കിട്ടും. ഈസി ചെയറിൽ നല്ല പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ തൃശ്ശൂർ പൂരം എക്സിബിഷനിലൊക്കെ അവിടെ ഓഫർ ഇട്ടിരിക്കുന്നത് ഒരു 16,900 ഓഫർ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം. അതിനും ക്വാളിറ്റിയില് നിലമ്പൂർ വുഡില് ടേക്കില് നമ്മൾ ഇവിടെ കൊടുക്കുന്ന 7,990. ഇതാണ് ഐറ്റം. ഇതാ ഫ്രണ്ടിലെ എൻട്രൻസിൽ കിടന്ന ഈസി ചെയറും. അതന്നെ സെയിം. ഇത് ഫുൾ ബെഡ് ആക്കാം അല്ലേ? വാവ്, കൊള്ളാലോ. ഇതിന്റെ പ്രൈസ്? ഇത് പ്രൈസ് വരുന്നത് 7,990 ആണ്. ഒറിജിനൽ പ്രൈസ് എത്രയാ? ഇതിന്റെ ഒറിജിനൽ പ്രൈസ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് 18,500 ആണ്. പക്ഷെ നമ്മളിത് ഷോറൂമുകൾക്ക് കൊടുക്കുന്ന റേറ്റിൽ തന്നെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് 7,990. ഇത് നാടൻ തേക്കില് ഫുൾ കാതലാണ്. ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞ ഐറ്റംസ് ഇതൊക്കെ ഡിപ്പോ ആണ്. ഇത് മതി. ഇതിന്റെ 2 മാറ്റം കണ്ടില്ല. ഇതൊരു ഗോൾഡ് ഓയിൽ കണ്ടന്റ് കൂടും. ഇതാണ് നമ്മുടെ മെഹർ പറഞ്ഞ് ഞാൻ വന്ന സംഭവം. ഇതാ ഈ ഈസി ചെയർ. മെഹർ കേട്ടു. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് യൂട്യൂബിൽ കണ്ടു. എന്നിട്ടാണ് എന്നോട് പറഞ്ഞ, ചേച്ചി ഞാനൊരു ഈസി ചെയർ വാങ്ങാൻ ഇങ്ങനെ നോക്കി നടക്കായിരുന്നേ. അപ്പൊ അവള് പറഞ്ഞു ഇവിടെ ഇങ്ങനെ വരും, ഇവിടുത്തെ ഈസി ചെയറിനെ കുറിച്ച് പറഞ്ഞ് കേട്ടു. ഏറ്റവും ഇത്ര ഇങ്ങനെ ഒരു ഇതുള്ള ഈസി ചെയർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഈടെ കുറെ കടകളിൽ കയറി ഇറങ്ങി. ഇത് എന്താ വെച്ചാൽ നമുക്ക് കടക്കാം, നമുക്ക് ഇതിൽ തന്നെ നമുക്കൊരു ശരിക്കും ഇതൊരു ലൈൻ പൊസിഷൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. വുഡ് വരുന്ന കാരണം നമുക്ക് ബാക്കിനൊക്കെ നല്ല കംഫർട്ട് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങാൻ വന്ന സാധനം. നിങ്ങൾ എങ്ങനെയാ സാധനം ഇവിടെ നിങ്ങളായിട്ട് എത്തിച്ചു തരുമോ? എന്താ അറിയോ, നമുക്കെല്ലാം ഫാക്ടറി റേറ്റ് ആയി കാരണം ഡെലിവറി ഫ്രീ ഇല്ല. കിലോമീറ്റർ 40 രൂപ. 40 ഇത് അത്യാവശ്യം വേണ്ട ലോഡുകളൊക്കെ അതിൽ പോവും. പിന്നെ നമുക്ക് ഹാഫ് ലോഡൊക്കെ ആ റൂട്ടിലേക്ക് വരികയാണെങ്കിൽ ക്ലബ് ചെയ്തും വിടാറുണ്ട്. സെപ്പറേറ്റ് ആയി കൊണ്ടുപോകുമ്പോ കിലോമീറ്റർ ചാർജ് നമ്മൾ വാങ്ങാറുണ്ട്. ഇനി അതൊന്ന് പറഞ്ഞ, യൂട്യൂബിലൊക്കെ എപ്പോഴും മണി സെയിൽസും ഓഫേഴ്സ് ഒക്കെ വരുമ്പോ പറയുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയാണ് അതിൽ ഫോളോവേഴ്സ് ഇത്ര അധികം കൂടാൻ കാരണം. എല്ലാവരും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. അതൊന്ന് പറഞ്ഞു, ഒന്ന് ലൈവായിട്ട് കാണട്ടെ. ഹായ്, നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ലാസ്റ്റ് ഒരു താങ്ക് യു പറച്ചിലുണ്ട്. ഓക്കെ, താങ്ക് യു. നല്ല പവറിലാണ് അത് കൊടുക്കുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് നമ്മളൊരു വീഡിയോ കാണുമ്പോ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. അത് നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് നമ്മളിപ്പോ അത് ഹലോ ഹായ് എന്നൊക്കെ വരുമ്പോ അതൊരു പഞ്ചില്ല. അപ്പൊ ഹായ് എന്നൊക്കെ പറയുമ്പോ എന്താ വെച്ചാ കസ്റ്റമർ ഇതെന്താ സംഭവിച്ചിട്ട് എടുത്ത് നോക്കും. പിന്നെ നമ്മളുടെ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂറില്ലേ, 2.5 മണിക്കൂർ നിർത്താതെ കട്ടില്ലാതെ ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ട്. അതായത് 2.5 മണിക്കൂർ ഒരു ഫിലിമിന്റെ സമയം നമ്മൾ എഡിറ്റ് ചെയ്യാതെ കട്ട് പോലും ചെയ്യാതെ ചെയ്തിട്ടുള്ള ഒറ്റയടിക്ക് ചെയ്ത വീഡിയോ ഇവിടെ തന്നെ ഉണ്ട്. അത് മറ്റേ എഡിറ്റിങ്ങോ വേറെ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഇട്ടുണ്ട്. 2.5 മണിക്കൂർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ അന്വേഷിച്ച് വന്ന സംഭവം സാധനം ഇവിടെയാണ്. സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു വന്ന പോലെ സാധനം ഇവിടെ കയ്യിൽ നമുക്ക് കിട്ടി. നമ്മൾ ഉദ്ദേശിച്ചു വന്ന ഈസി ചെയർ ഇതാണ്. അപ്പൊ ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് വാങ്ങാം. അതിനു മുമ്പ് ഇനി ഇവിടെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ഒരു അലമാര ഉണ്ട് കേട്ടോ. ഈ അലമാര അത്യാവശ്യം നല്ല റീച്ച് ആയി ഒരുപാട് ആളുകൾ കൊണ്ടുപോയിട്ടുള്ളതാണ്. ഈ അലമാരയോ? ഈ അലമാരയുടെ വില വളരെ ചെറിയ വിലയാണ്. എന്താണ് വളരെ ചെറിയ വില എന്നൊക്കെ പറയുന്നതിന് മുമ്പേ പറയൂ, എത്രയാണ് വില? ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഒരു ചെറിയ ഷൂറാക്കിന്റെ വില വരുള്ളൂ 3,990 വരുള്ളൂ. അത് കൊള്ളാലോ. അത് പാർട്ടിക്കൽ ബോർഡാണ് കേട്ടോ. വാറണ്ടി കൊടുക്കുന്ന ഐറ്റംസ് ആണ്, ലോക്കൽ ഐറ്റംസ് അല്ല. ഓർക്കുത്തോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ വാറണ്ടി ഉള്ള ഐറ്റംസ് ആണ്. ഒരു സെക്കൻഡ്. മെഹർ കിട്ടി. കൊറേ നേരം എനിക്ക് കിട്ടി, സാധനമൊക്കെ കിട്ടി. സാധനം ഇവിടെ ഉണ്ട്. ഈസി ചെയറൊക്കെ വാങ്ങിച്ചു. കണ്ടു.
ആ ഫോട്ടോ അയച്ചു തരാം. ഇവിടെ കണ്ടു ഞാൻ. അപ്പൊ ഇവര് എന്റെ അടുത്ത് പറയായിരുന്നു, ഇവിടെ നിനക്ക് വേണോ, നിനക്ക് ഫ്ലാറ്റില് ഒരു അൽമാര വേണമെന്ന് പറയണ്ടായിരുന്നില്ല, ഇവിടെ 4000 രൂപയുള്ളൂ. 990 3990. നിനക്ക് വേണോ? നല്ലൊരു അൽമാര ഉണ്ട്. ആ ശരി, ഞാൻ ഫോട്ടോ അയക്കാം. എന്നാ എന്തായാലും എനിക്ക് PC ചെയർ എടുക്കണ്ടേ, അതിന്റെ കൂടെ നിനക്ക് വേണമെങ്കിൽ അൽമാരയും കൂടെ വാങ്ങിക്കാലോ. ആ വണ്ടി ഞാനിപ്പോ വേറെ വണ്ടി ഇവരോട് ചോദിക്കാം, ഇവിടെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? എറണാകുളത്തേക്ക് നമ്മൾ ക്ലബ് ചെയ്ത് വിടും. അത് പക്ഷേ അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒറ്റ വണ്ടിയിലാക്കി ഒറ്റ വണ്ടിക്ക് നമുക്ക് ഒരുമിച്ച് എടുക്കാം. അത് ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കാം. ഇത് എന്താ ഡെലിവറി ഫ്രീ ആന്ന് പറയുമ്പോൾ ഓരോ പ്രൊഡക്റ്റിലും 500-1000 വെച്ച് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ഫ്രീ ആക്കാം. ആ ഫോട്ടോ അയക്കാം, ഞാൻ ഫോട്ടോ അയക്കാം. കണ്ണടിയൊക്കെ ഉണ്ട്, നിനക്ക് ഒരുങ്ങി വരാം ഷൂട്ടിന്. ഓക്കെ. ആ അപ്പൊ ഞാൻ ഇപ്പൊ പർച്ചേസിങ്, ഞാൻ ഇവരുടെ മേളത്തെ ഫ്ലോർ എന്താണെന്ന് പെട്ടെന്ന് കണ്ട ഉടനെ ഈ സാധനം വാങ്ങി ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പൊ ഓക്കെ, നിന്റെ സജഷൻ കൊള്ളാട്ടാ. ഓക്കെ ശരി, ഓക്കെ ബൈഡാ. ഓക്കെ ബൈ. ആ അൽമാരയും ഞാനൊന്ന് ഫോട്ടോ എടുത്തിട്ട് അയക്കാം എന്റെ ഫ്രണ്ടിന്, അവൾക്ക് അത് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇതെന്താ? ഇത് വരുമ്പോ നമുക്ക് 3 സീറ്റ് നാടൻ തേക്കാണ്, നിലമ്പൂര് നാടൻ തേക്കാണ്. നമുക്കിത് ചെറിയ പ്രൈസിനാണ് കൊടുക്കുന്നത്. മാർക്കറ്റിൽ 16,500 രൂപ വില വരുന്നതാണ്, നമുക്ക് 7,990 വരും. ഓക്കെ. ഈ കുഷൻ കളർ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോഡലും കളറും ഒക്കെ ചൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, നമുക്ക് എന്നാ പെട്ടെന്ന് മേളിലും കൂടെ ഒന്ന് കാണിച്ചു തരാമോ? അതുകൂടെ നോക്കാം, ഇവിടെ എന്താ ഉള്ളത് നോക്കാലോ. അപ്പൊ ഇത് മണി ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? ഞാൻ ഇവിടെ അടുത്ത പാഞ്ഞാള്. അപ്പൊ ഇവിടെ ഷോറൂമിൽ ഇപ്പൊ മണി മാത്രമാണോ, അതോ മുമ്പേ പറഞ്ഞില്ലേ ഫ്രണ്ട്സും ചേർന്നിട്ടാണ്? ഇല്ല, അവര് ഇവിടെ നിലമ്പൂരുണ്ട്, പിന്നെ നമുക്ക് ഇനിയൊരു ഷോപ്പ് ഉണ്ട് പറഞ്ഞില്ലേ, അവിടെയുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ മാത്രം. ഇവിടെ മണി തന്നെയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ സെയിൽ ശരിക്കും കൂടുതലും ചെയ്യുന്നത് ഓൺലൈനിൽ, ഇപ്പൊ യൂട്യൂബിലൂടെ സെയിൽ നടക്കുന്നുണ്ടല്ലോ? യൂട്യൂബ്, ഫേസ്ബുക്ക്, കൂടുതൽ യൂട്യൂബിൽ നിന്നാണ് നമുക്ക് കസ്റ്റമർ വരുന്നത്. ഓക്കെ. പിന്നെ നേരിട്ട് വരുന്നതും ഇവിടെയുള്ള ഈ നാട്ടിലുള്ള ലോക്കലും, പിന്നെ നമ്മൾ ഇതേ ഫീൽഡിൽ തന്നെ ആയകാരുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 15 വർഷമായില്ലേ, അപ്പൊ അതിന്റെ കോണ്ടാക്ട് കസ്റ്റമറും ഉണ്ട്. അങ്ങനെ കൂടുതൽ നമുക്ക് യൂട്യൂബിൽ നിന്നാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് അപ്പൊ ഡിപ്പോ തേക്കിന്റെ ഏറ്റവും കൂടുതൽ? ഡിപ്പോ തേക്ക് ഇത് താഴെ കണ്ടില്ല, താഴെ കണ്ട സെയിം ഈസി ചെയർ. ഇവിടെ ഫുൾ ഡൈനിങ് ടേബിള്. ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് തേക്കിന്റെ ഒക്കെ നമുക്ക് ചെറിയ നല്ല പ്രൈസിന് കിട്ടും. ഇതിനൊക്കെ എത്രയാ? ഓക്കെ. അപ്പൊ ഈ ഡൈനിങ് ടേബിളിനൊക്കെ എത്രയാ മണി? ഇത് നമുക്ക് 6 പേർക്ക് ഇരിക്കാം. ഗ്ലാസ് അടക്കം നമ്മൾ 8,990 തേക്കിന്റെ ആണ് കേട്ടോ. 6 പേർക്ക് ഇരിക്കാം. ഇതിനൊക്കെ നിങ്ങൾ എത്ര നാളെ ഗ്യാരണ്ടി അല്ലെ വാറണ്ടി ഒക്കെ? വാറണ്ടി നമ്മള് ലൈഫ് ലോങ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് വുഡിന്. അത് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഉറക്കുത്തിയോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അത് പൊടിഞ്ഞു പോവാ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ. ചില അൽമാരയുടെ ഒക്കെ നമുക്ക് കാണാം ക്വാളിറ്റി മോശമാണെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ പൊള്ളിച്ചു വരും. അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും ഇവിടെ വരാറില്ല. നമ്മളിപ്പോ ഇതില് 15 വർഷം ഇതിലായ കാരണമുണ്ട്. കംപ്ലൈന്റുകൾ കുറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളിവിടെ കൂടുതൽ ചെയ്യുന്നത്. അത് ഏത് മോഡലിനാണ് കംപ്ലൈന്റ് വെച്ചാൽ നമ്മൾ അവരുടെ പ്രൈസ് കുറഞ്ഞതായാൽ പോലും നമ്മളതിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഈ തേക്കിന്റെ കട്ടിലൊക്കെ ഉണ്ടല്ലോ, അക്യൂഷ്യ പോലും കിട്ടാത്ത ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പലക. പലകറ്റ് കട്ടില്. ഓക്കെ, മനസ്സിലായി. ഇത് നമുക്ക് പ്രൈസിങ് കൊടുക്കുന്നത്, ഇത് നമ്മൾ അക്യൂഷ്യ പോലും കൊടുക്കാത്ത ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഫാമിലി കോട്ട് അക്യൂഷ്യ വുഡിന് പോലും ഒരു 12-13 വില ഉള്ളപ്പോ നമ്മൾ തേക്ക്, നിലമ്പൂരിലെ നാടൻ തേക്ക് കേട്ടോ, കാരണം ഡിപ്പോ തേക്കും നമ്മുടെ അടുത്തുണ്ട്, അത് കുറച്ച് പ്രൈസ് കൂടും. അത് പലകക്കട്ടിലാണ്. പലകക്കട്ടില് നമ്മൾ കൊടുക്കുന്നത് വെറും 8,990 നമ്മൾ കൊടുക്കുന്നത്. ഇത് പണിക്കൂലിന് അത്യാവശ്യം വരും, കാരണം ആശാരിമാര് ചെയ്യുന്ന വുഡ് ഫുള്ള് വുഡിലാണ് ചെയ്യുന്നത്. 8,990. നമുക്കൊരു സംശയം വരും, തേക്കിന്റെ കട്ടിലൊക്കെ 8,990 കിട്ടുമോന്ന്. പക്ഷെ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാവുന്ന വേറൊരു കാര്യം ഇവര് പറയുന്നത് ലൈഫ് ലോങ് എന്നുള്ള രീതിയിലാണ് ഇവര് അത്ര ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഇവരുടെ പ്രോഡക്റ്റ് നമ്മൾ തന്നെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കാര്യമുണ്ട്. നമ്മളെ ആശാരിമാര് ഇടനിലക്കാരില്ല. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കടകൾക്ക് കൊടുക്കുന്ന റേറ്റിൽ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. അതാണ് മണി മാരീഡ് ആണോ? അല്ല, നോക്കണം. ഇതെന്തറിയോ, ബിസിനസ് ആകുമ്പോ സംഭവം ഇപ്പൊ 33 ഏജ് ആയി. പക്ഷെ ഇതില് നമ്മളിപ്പോ 3 വർഷം ഇതിൽ ഇറങ്ങിയിട്ട് അതിനിപ്പോ നമ്മളെന്താ കല്യാണം നോക്കാൻ നിൽക്കുമ്പോ ബിസിനസ് ആർക്കും താല്പര്യമില്ല. ഇപ്പൊ ഒക്കെ എഞ്ചിനീയർ കാര്യം അത് മതി. ബിസിനസ്സുകാരെ വേണ്ടെന്നാണോ ബിസിനസ് പറയുമ്പോ ബിസിനസ് എങ്ങാനും പൊളിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായാലോ വെച്ചിട്ടായിരിക്കും. നമ്മളിപ്പോ മാട്രിമോണിയിലൊക്കെ കൊടുക്കുമ്പോ ബിസിനസ് ആണോ വേണ്ട, ഒരു ഷോപ്പിൽ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ വല്ല ഷോറൂമിൽ തന്നെ പണിക്ക് പോയെന്ന് വെച്ചപ്പോ കല്യാണം. അപ്പൊ നമ്മൾ അത് വേണ്ട വെച്ചിട്ടാണ് ഇത് വന്നത്. പക്ഷെ അവർക്കില്ല, പെൺകുട്ടികൾക്കല്ല പ്രശ്നം, അമ്മമാർക്കാണ്. ഏതെങ്കിലും ഒരു കമ്പനിയില് ജോലി മതി. നമ്മളെ ജോലി ഒഴിവാക്കിയിട്ടാണ് നമ്മള്
അല്ലെ അത് വ്യത്യാസമുണ്ട്. അത് അറിയാൻ മേല മറ്റേതാകുമ്പോ മാസം മഴയാണേലും വെയിലാണേലും കറക്റ്റ് ആ മാസം ശമ്പളം പിന്നെ വേറൊരു കേസ് കല്യാണത്തിന്റെ നോക്കാൻ ചെല്ലുമ്പോ അന്ധവിശ്വാസം, ജാതകം. ഓ അതുകൊണ്ട് ജാതകം പറഞ്ഞാൽ നമ്മളെ ഇതില് ജാതകം നോക്കാം, നമ്മളെല്ലാം ശരിയായി കഴിഞ്ഞാൽ പണിക്കന്മാര് പറയും അതാണ് ഇതാണ് ഇപ്പൊ ജാതകത്തിൽ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും നോക്കുന്നവരുടെ എല്ലാവരും, ഞാനിപ്പോ അത് മാട്രിമോണിയിൽ ഏകദേശം എല്ലാവരും അയച്ചപ്പോഴേ 99% 1% ഉള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. 99% പേരും ജാതകത്തിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലാത്തവര് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ 3 വർഷമായി മാട്രിമോണിയിൽ തുടർച്ചയായിട്ട് എല്ലാവർക്കും സമയമാകുമ്പോ അതൊക്കെ നടക്കും മണി. ഇതൊക്കെ കല്യാണം ഇതെന്നൊക്കെ പറയണത് നമ്മുടെ ഒരു യോഗമാണ്. ഒരു സമയത്ത് അതങ്ങ് വരും. അപ്പൊ എന്തായാലും ഇത് ഇപ്പൊ നമ്മുടെ മൈൽ സ്റ്റോണിലൂടെ മണി പറഞ്ഞിരിക്കുകയാണ്. കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മണിയുടെ നാളെന്താ? അത്തം. നിലമ്പൂരാണ്, നായരാണ്. ഓക്കെ, ഇതിൽ കൂടുതൽ എന്ത് വേണം? മൈൽ സ്റ്റോണിലൂടെ ഇപ്പൊ വരും മിക്കവാറും ആലോചനകൾ. നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഏറ്റവും കൂടുതൽ നിലമ്പൂർ ഫർണിച്ചർ എന്നുള്ള പേര് മാറ്റി കിടിലൻ മണിയുടെ ഫർണിച്ചർ ഷോപ്പ് എന്നുള്ള പേരിലേക്ക് അറിയപ്പെട്ടോണ്ടിരിക്കുന്ന, നല്ല സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന, ഓൾറെഡി സക്സസ്ഫുൾ ആയ നമ്മള് ഈ ഫീൽഡ് ഇതിൽ വരുമ്പോ നമ്മള് കുറെ ഷോപ്പുകളിൽ നിന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്ത് ശരിക്കും ബിസിനസ് MBA ഒക്കെ ചെയ്യുന്നിട്ട് ഞാൻ എന്റെ ചാനലിൽ തന്നെ പറയാനുണ്ട്, ഡയറക്റ്റ് വന്ന് ചെയ്യുമ്പോൾ ബിസിനസ് വിജയിക്കണം എന്നില്ല. നമ്മളൊരു 12 വർഷം സ്റ്റഡി ചെയ്തിരിക്കണം. സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ സൈഡായി പഠിച്ചിട്ടാണ് BSc മാത്സ് സൈഡായിട്ട് അതെടുത്ത് വർക്കിന് മെയിൻ കൊടുത്ത് പഠിത്തത്തിന് സൈഡായിട്ട് കൊടുത്തു. അപ്പൊ പഠിച്ചെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുമ്പോൾ ഫുള്ള് അത് ഞാൻ കൊറോണ സമയത്താണ് ഈ ഷോറൂം ചെയ്തിട്ട് വിജയിപ്പിച്ചത്. അത് വലിയൊരു കാര്യം തന്നെ. അപ്പൊ ഇവിടെ ഫുൾ ഇവര് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഫുൾ ഡൈനിങ് ടേബിൾ ആണ്. എല്ലാം ഓരോരോ ഡിസൈനിലുള്ള ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ മേളിൽ നമ്മളിപ്പോ വാങ്ങുന്ന നേരത്ത് നിങ്ങള് ഗ്ലാസ് ഇട്ട് തരും. ഇതിന്റെ മോഡൽസ് ഇങ്ങനെ പല എല്ലാം ഒരേ പ്രൈസ് എന്നല്ല, ഒരു 8,900 തൊട്ടിട്ട് മോഡൽ അനുസരിച്ചിട്ട് അതിൻ്റെതനുസരിച്ച് മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരും. ഇപ്പൊ നമ്മള് ഇത് കണ്ടോ, കുതിരവണ്ടി ടീപ്പോയ്. ഈ ടീപ്പോയ് ഒക്കെ നമ്മള് ഒരാൾക്കും ഞാൻ ഗ്യാരണ്ടി ഇട്ട് പറയും വെറും 4,990 നമ്മൾ കൊടുക്കുന്നത് ഗ്ലാസ് എടുക്കും. കാരണം തേക്കിന്റെ ആണ്, കണ്ടോ. നമ്മൾ വെറുതെ ഒരു സ്ക്വയർ ടേബിളിന് കൊടുക്കണം 5,000-6,000, പക്ഷെ നമ്മളിത് കൊടുക്കുന്നത് 4,990. നമുക്ക് തന്നെ ഇവിടെ പ്രൈസ് ഇട്ടിരിക്കുന്ന 8,990. നമ്മൾ ഓഫറിലാണ് 4,990 കൊടുക്കുന്നത്. അത് അത്രയും എന്നാ നമ്മൾ നഷ്ടത്തിനും അല്ല കൊടുക്കുന്നത്, ചെറിയ ലാഭം എടുത്തിട്ടാണ് ലോസ് അല്ല കൊടുക്കുന്നത്. പിന്നെ ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ആരും കൊടുക്കാത്ത ഒരു ഓഫറാണ് ഇട്ടിരിക്കുന്നത്. അത് എന്താ വെച്ചാൽ ആർട്ടിഫിഷ്യൽ മാർബിള് 15 mm ഇത് മാത്രം പുറത്ത് 14-15 വില വരും. ഈ ടോപ്പ് മാത്രം. നമ്മൾ ഈ ടോപ്പും തേക്കിന്റെ ഫ്രെയിമും അടക്കം നമ്മളിത് നല്ല സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് കേറിക്കെ നിക്കാം. സ്ട്രോങ് ഉള്ള ഐറ്റം തന്നെയാണ്. ഇത് നമ്മള് കൊടുക്കുന്ന രണ്ടും ചേർത്തിട്ട് നമ്മള് ചെറിയ വിലയാണ് കൊടുക്കുന്നത്. ഗസ് ചെയ്യാൻ പറ്റാത്ത അത്രയും കുറവ് വില. കാരണം ഇത് 24,900 രണ്ടും കൂടി വരിക. ടോപ്പും മറ്റേ ഫ്രെയിമും മാർബിൾ ടോപ്പും കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് വെറും 8,990. 6 സീറ്റർ ആണ്. ചെയർ സെപ്പറേറ്റ് ആട്ടോ. ഞാൻ വീഡിയോയിൽ പറയുമ്പോ എല്ലാം നമ്മള് സെപ്പറേറ്റ് പറയാണ്. ചെയർ സെപ്പറേറ്റ് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വീഡിയോ റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് 8,900 പറയുമ്പോൾ ചെയർ ഉണ്ടെന്ന് വിചാരിക്കരുത്. പറയുമ്പോ എല്ലാം പറഞ്ഞു ഈ 2 ഐറ്റം ഫ്രെയിമും ടേബിളിന് മാത്രമാണ് 8,900. ടേബിൾ അതിന്റെ ടോപ്പും മാർബിൾ ആർട്ടിഫിഷ്യൽ മാർബിളും അതിന്റെ ഫ്രെയിമും രണ്ടും ചേർത്തിട്ട് നമുക്ക് 8,990. 24,900 വില വരുന്നത്. നമ്മൾ ഇത് നമുക്ക് ഇനി സ്റ്റോക്ക് തീരുന്നൊരു വിഷയം വരില്ല. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ആഴ്ച വരെ നമ്മൾ സമയം ചോദിക്കുന്നുണ്ട്. 500 എന്തെങ്കിലും കൊടുത്ത് വന്ന് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അയ്യോ വീഡിയോ കണ്ട് വന്നു ഇവിടെ സ്റ്റോക്ക് ഇല്ല എന്നൊരു വിഷയം വരില്ല. അതെ, ഇവർക്ക് തന്നെ വർക്ക്ഷോപ്പ് ഉള്ള പണിക്കാരുണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ പിന്നെ അത് നമ്മള് അത് ഞാൻ പറയലുണ്ട്, നമ്മളെ യൂട്യൂബ് കിടിലൻ മണി എന്നുള്ള യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ഓഫർ സ്ക്രീൻഷോട്ടുമായി വന്നാൽ മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ ചിലപ്പോൾ നേരിട്ട് വരുന്നു. അപ്പൊ നമ്മൾ ഈ ഓഫേഴ്സിൽ ഏത് ഓഫേഴ്സ് ഇട്ടെന്നൊരു കൺഫ്യൂഷൻ, ചിലപ്പോൾ സ്റ്റാഫുകളൊക്കെ എന്തെങ്കിലും സംശയം തോന്നണ്ട വെച്ചിട്ടാണ് സ്ക്രീൻഷോട്ടുമായി വരാൻ പറയുന്നത്. അപ്പൊ പിന്നെ കസ്റ്റമർക്ക് പ്രശ്നമില്ല. ഇതേപോലെ ഹൈലൈറ്റ് ഓഫർ ആയിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. കോർണർ സോഫ ഇതോ? അതിനെന്താ ഓഫർ റേറ്റ്? നിലമ്പൂർ തേക്കിന്റെ സോഫയാണ്. അത് നമുക്ക് ഓഫർ പ്രൈസിൽ 19,990 നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നിലവിലുള്ള പ്രൈസ് എന്താ? നിലവിലുള്ള പ്രൈസ് 28,500 നമ്മളത് ഓഫറിൽ കൊടുക്കുന്നത്. 28,500. അത് നമ്മളുടെ റേറ്റ് 28,500. മാർക്കറ്റിൽ 35-40 ഒക്കെ പ്രൈസ് വരും.
അപ്പൊ 28,500ന്റെ സാധനം കൊടുക്കുന്നത് 19,900. ഓക്കെ. അതാണ് ആ പ്രൈസ്. പിന്നെ നമ്മളിപ്പോ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർക്കാണ് ആ ടേബിൾ കണ്ടില്ലേ, അതൊക്കെ ഒറ്റക്കാലില് ചെയ്താണ് ഡിപ്പോതേക്കിന്റെ കേട്ടോ. 8.4 ഇതിപ്പോ ഒരു ചാലക്കുടിക്ക് ഒരു കസ്റ്റമർക്ക് ചെയ്യിപ്പിച്ചാണ്. 5 ഇഞ്ച് കനത്തില് ഒറ്റക്കാലില് ചെയ്ത മോഡലാണ് മാൻകാല്. ഇതിപ്പോ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ ഈ ഇരുന്ന ചെയറില്ലേ, ഡിപ്പോതേക്കാണ്. ഈ ഡിപ്പോതേക്ക് നമ്മള് 16,900 വില വരുന്നതാണ്. നമുക്ക് ഓഫർ 8,990 വരും ഒരു പീസിന് കേട്ടോ. ഓക്കെ, കൊള്ളാം. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഇനി പുതിയതായിട്ട് ഇത്തരത്തിലുള്ള ഫർണിച്ചർ എന്തെങ്കിലും വാങ്ങുമ്പോൾ നമുക്ക് ഓർക്കാം കിടിലൻ മണിയുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്. അതെ അതെ. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ പിന്നെ റോസ് വുഡ് ഉണ്ട്. റോസ് വുഡ് എന്ന് പറഞ്ഞാൽ ഈട്ടി ഒക്കെ സാധാരണക്കാർക്ക് വാങ്ങാവുന്ന ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ഈ ഈട്ടിയില്ലേ ഏകദേശം 1 ലക്ഷം രൂപയോളം മാർക്കറ്റിൽ പ്രൈസ് വരുന്നതാണ്. നമ്മൾ കൊടുക്കുന്നത് 39,900. ഇനി ഇത് കളർ ചെയ്തിക്കുക എന്നുള്ള സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, നമ്മളത് പോളിഷ് ചെയ്തിട്ടില്ല ഉള്ളില്. നമുക്ക് പ്രീമിയം ഐറ്റംസും ഉണ്ട്. കണ്ടോ കണ്ടോ ഉള്ളു കളർ ചെയ്തിട്ടില്ല റോസോട്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറഞ്ഞ ഐറ്റംസും അതേപോലെ പ്രീമിയം ഐറ്റംസും നമ്മുടെ അടുത്തുണ്ട്. ഞാൻ ഡിപ്പോതേക്ക് ചാരുപേടി മോഡല് മനസ്സിലായി. ഇത് നമുക്ക് 39,900 വരും. അതില് നമുക്ക് എന്താ വെച്ചാൽ ഫോറസ്റ്റ് തേക്കാകുമ്പോ റേറ്റ് വരും. പിന്നെ സൈക്കിൾ മോഡൽ ടീപ്പോയി ഇതൊക്കെ 6,990. അങ്ങനെ ഒരുപാട് മോഡൽ കാളവണ്ടി ടൈപ്പ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഐറ്റംസ്. ഇനിയിപ്പോ 3 ഡോർ അലമാറ 6,990 കൊടുക്കുന്നത്. 3 ഡോർ അലമാറ, അതിന്റെ വുഡിന്റെ അലമാറ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ട്. മണി കിടിലൻ മണി ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ യൂട്യൂബിൽ ഇടാന്ന് വിചാരിക്കുക. അപ്പൊ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞേ കാണട്ടെ. ഈ ഒരു അൽമാര വിൽക്കാനായിട്ട് 3 ഡോർ അൽമാര, അത് നമ്മള് 3 ഡോർ അൽമാര നമ്മളിതില് അതായത് ജനാർദ്ദനൊക്കെ നമ്മൾ നോർമലായിട്ട് എടുത്തിക്കണേ. അപ്പൊ അതില് നമ്മൾ പറയുന്നുണ്ട് ജനാർദ്ദൻ അയ്യോ അടച്ചുടക്കടാ പച്ചക്കാരൻ. അത് നമ്മളിപ്പോ ഇതില് പോകുമ്പോ അയ്യോ ഇത് അലമാറയോ 3 ഡോറിട്ട അലമാറ എടാ എന്തോ ഇപ്പൊ വാങ്ങിക്കൂ വെറും 6,990. അയ്യോ അങ്ങനെ നമുക്ക് ഓരോ നടന്മാർ. അതേപോലെ നമുക്ക് ഇത് എന്താ പറയാ ശ്രീനിവാസൻ അമ്മാമേ ഇത് 3 ഡോർ അലമാറയാണോ, ഇതിനെന്ത് വില വരും? 6,990. അങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ പെട്ടെന്ന് വീഡിയോ കാണുകയും ചെയ്യും, വൈറലാവും. നമ്മൾ ആ സൈഡ് വഴി നമ്മുടെ പ്രൊഡക്റ്റും പെട്ടെന്ന് റീച്ച് ആവും. അങ്ങനെ കുറച്ച് അതില് നമ്മള് നമ്മുടെ കലിയും പ്രയോഗിക്കേണ്ട. പിന്നെ എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് സത്യസന്ധത. നമ്മളെ വീഡിയോസ് അത് എങ്ങനെയാണ് നമ്മളെ യൂട്യൂബ് ചാനലിൽ 1,700 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫർണിച്ചറിനെ കുറിച്ചിട്ട് 1,700 വീഡിയോസ് ചിലപ്പോ ഇന്ത്യയിൽ തന്നെ ഒരു യൂട്യൂബിലും ചെയ്തിട്ടുണ്ടാവില്ല. 1,700 വീഡിയോസ് വെറും ഫർണിച്ചറിനെ കുറിച്ച് മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഒരു കലാകാരനായിട്ടുള്ള ഒരാള് ഇത് പ്രസന്റ് ചെയ്തപ്പോഴത്തെ അതിന്റെ ഒരു ഫണ്ണിയും അത് കാണാനുള്ള ഒരു ആകാംക്ഷ അങ്ങനെയായിരിക്കും ഒരു പക്ഷെ ഈ ഒരു ഫർണിച്ചർ മാർട്ട് ഇത്ര നല്ല റീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് എക്സ്ചേഞ്ച് എന്താണ് EMI ഓഫർ, പിന്നെ ഫർണിച്ചർ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ A to Z. പിന്നെ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ജെനുവിൻ ആയിട്ട് ഐറ്റംസ് ആണ്. അത് കാരണമാണ് മേഡം അവിടുന്ന് ഇപ്പൊ ഞങ്ങളുടെ ഓഫർ കണ്ട് വരാനും കാരണം. അതെ. അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ കുതിരവണ്ടി കണ്ടു, ഇവിടെ സൈക്കിൾ ഉണ്ട്. അങ്ങനെ പല പല ഡിസൈനിലാണ് ഇവിടെ ടീപ്പോയിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്, സെന്റർ ടേബിൾ എല്ലാം. അപ്പൊ എനിവേ നമ്മൾ ഈ ഫ്ലോർ എല്ലാം കണ്ടു. ഇനി നമുക്ക് ഇപ്പൊ ഞാൻ കണ്ടില്ലേ സാധനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി പെട്ടെന്ന് ബില്ലടിച്ചിട്ട് ഞാൻ ഇനി പോട്ടെ, ഞങ്ങൾക്ക് ഇനി അവിടെ വരെ എത്താനുണ്ട്. അപ്പൊ എന്തായാലും കിടിലൻ മണീനെ കാണാൻ പറ്റി. ലൈവായിട്ട് കിടിലൻ മണിയുടെ ഹൈ പവറോട് കൂടിയുള്ള എനർജി ലെവലിലുള്ള ഈ ഇൻട്രോയും താങ്ക് യു പറച്ചിലും എല്ലാം കാണാൻ പറ്റി. പിന്നെ മണിക്കും ഇനി എന്താ പറയാ, ഞങ്ങൾ ഇവിടെ വന്നു പോയിട്ട് നല്ല ഒരു ഒത്ത കുട്ടീനെയും കൂടെ കിട്ടട്ടെ, ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു കല്യാണം എത്രയും പെട്ടെന്ന് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബിസിനസ്സും നല്ല രീതിയിൽ തന്നെ പോട്ടെ. പിന്നെ കൂടെയുള്ള ആൾക്കാരെ ഒന്നും ഇപ്പൊ കാണാൻ പറ്റില്ല, എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ. എനിക്കിനി മറ്റേ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ശരി. അപ്പൊ ഓക്കെ, ബൈ.